ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായുടെ കർക്കിടക രാശി സ്ഥിതിയെക്കുറിച്ചാണ്. 2025 ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ 2025 ജൂൺ മാസം 7-ാം തീയതി വരെയുള്ള 65 ദിവസങ്ങളിൽ ചൊവ്വ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യും. ഇത്രയും ദിവസങ്ങൾ അങ്ങനെ ഒരു രാശിയിൽ ചൊവ്വ നിൽക്കുന്നത് അപൂർവമായിട്ടാണ്. ചില സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. കർക്കിടകം രാശിയിൽ ചൊവ്വ ഏറ്റവും ബലം കുറഞ്ഞു നിൽക്കുന്ന രാശിയാണ്. നീച രാശി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ചില ആഴ്ചകളും ചില ദിവസങ്ങളും ഇടവിട്ട് ഈ ചൊവ്വ നീചഭംഗ രാജയോഗം തരുന്നുണ്ട്. അത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് നീചഭംഗ രാജയോഗം കൊണ്ട് ഉണ്ടാകാവുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത്. എല്ലായ്പ്പോഴും എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമാകണമെന്നല്ല അതിന്റെ അർത്ഥം. ഈ 65 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകളും നേട്ടങ്ങളും വന്നു ചേരുക തന്നെ ചെയ്യും. അതായത് ധനു രാശിയുടെ അധിപനായിരിക്കുന്ന ആ വ്യാഴം സുഖസ്ഥാനത്തിന്റെ കൂടി അധിപനാണ്. അത് ഇപ്പോൾ ധനു രാശിക്ക് അനിഷ്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4-ാമിടത്ത് നിൽക്കുന്ന ശുക്രനാകട്ടെ 11-ാം ഭാവാധിപത്യം കൂടി ഉണ്ട് താൻ. എന്നാൽ നീചം ഭവിച്ചിരിക്കുന്ന ഈ ചൊവ്വ ധനു രാശിക്ക് 5-ാം ഭാവാധിപത്യം കൊണ്ട് ത്രികോണാധിപത്യവും 12-ാം ഭാവാധിപത്യം കൊണ്ട് വിയോഗ പാപഗ്രഹ സ്ഥാനാധിപത്യവുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. അത് രാശിയുടെ അഷ്ടമം എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമഭാവത്തിൽ നിൽക്കുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കുറയുകയാണല്ലോ ചെയ്യുന്നത് ആ ഭാവത്തിന്റെ അധിപൻ. ആ ചൊവ്വ തന്റെ നീചരാശിയിൽ നിന്നുകൊണ്ട് 11-ാം ഭാവമായ തുലാം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യും. അതായത് സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഇതോടെ നമുക്ക് സാധിക്കും എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. എന്നാൽ ഏതെങ്കിലും ചില കാര്യങ്ങൾ ഒരിക്കലും സാധിക്കയില്ല എന്ന് വിചാരിച്ചിരുന്നത് ഉപേക്ഷിച്ചു വിട്ട കാര്യമാണ് എങ്കിലും എല്ലാവിധ അനുഗ്രഹത്തോടും ദേവിയുടെയും മുരുകന്റെയും ഹനുമാൻ സ്വാമിയുടെയും മഹാദേവന്റെയും ഒക്കെ അനുഗ്രഹത്തോടു കൂടി സാധിക്കുന്നതിനുള്ള യോഗമുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സാധിക്കുക. മനസ്സിന് അനുസരിച്ച് ആഗ്രഹിക്കുന്നതിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് അനുസരിച്ചാണല്ലോ കിട്ടുക. അപ്പോൾ ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും കടങ്ങളൊക്കെ വീടുന്നതിനുമൊക്കെയുള്ള യോഗമുണ്ട്. നിവൃത്തി സ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ബുധൻ നീചം വിട്ടുമാറി ഒക്കെ സഞ്ചരിക്കുന്നു. കൂടാതെ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ആദിത്യൻ അത് തന്റെ ഉച്ചരാശിയായ മേടം രാശിയിലേക്ക് പ്രവേശിച്ച് പരമോച്ചവും കടന്ന് ഒക്കെ പോകുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് ഏറ്റവും വലിയ ഒരു ഭാഗ്യം ഈ ധനു രാശിക്കാർക്ക് ഈ 65 ദിവസത്തിനുള്ളിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ദൈവാധീനം. അതായത് ഭാഗ്യസ്ഥാനമായ ത്രികോണ സ്ഥാനത്തിലേക്കാണ് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെ അധിപനായിരിക്കുന്ന പവർഫുൾ ആയിരിക്കുന്ന ഗ്രഹം തന്റെ ഉച്ചരാശിയിലേക്ക് വരുന്നു. അതും ഈ സന്ദർഭങ്ങളിലാണ് എന്ന് വിചാരിക്കുക. അതുപോലെ മറ്റ് ഗ്രഹങ്ങൾ അത് ശനിയുടെയൊക്കെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോഴും കണ്ടകശനിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും അധിക ദോഷങ്ങൾ ഈ സമയങ്ങളിൽ ഉണ്ടാകുകയില്ല. അതായത് ശനിക്ക് പവർ വർദ്ധിച്ചു വരുന്നേ ഉള്ളൂ. കണ്ടകശനി ആരംഭിച്ചു, 2.5 കൊല്ലത്തേനുണ്ട്. അത് പവർ വർദ്ധിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും വളരെ അഭിവൃദ്ധികരമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നിച്ചേരും.
നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വന്ന് വിട്ടുപോകുന്നതിനും സൂചനയുണ്ട്. അതായത് നഷ്ടസ്ഥാനത്തിന്റെ ആ സ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. സുഹൃത്തുക്കൾ മുഖാന്തരമോ ഗൃഹസംബന്ധമായ കാര്യങ്ങളോ ഒക്കെ കൊണ്ട്. എന്നാൽ ചില കേസുകളൊക്കെ വിട്ടുപോകുന്നതിനും നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടുന്നതിനുമൊക്കെ യോഗമുണ്ട്. തൊഴിൽപരമായി അധിക ക്ലേശം അനുഭവിച്ച് തൊഴിലൊന്നും ഇല്ലാതെ വിഷമിച്ച് ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ട് ചെയ്യുന്ന തൊഴിലിന് വേണ്ടത്ര ശമ്പളം കിട്ടാതെ ഒക്കെ വിഷമിക്കുന്ന ഒരു വലിയ ജനാവലി തന്നെ ഈ ധനു രാശിക്കാരുണ്ട്. അതിൽ നിന്നെല്ലാം മുക്തി നേടി നിശ്ചയമായും ഈ ചൊവ്വ ഈ കർക്കിടകൻ രാശിയിൽ നിന്ന് മാറുന്നതിന് മുൻപായിട്ട് ഉത്തമമായ രീതിയിൽ ഒരു പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് ഒരു തൊഴിൽ ലഭിക്കുവാൻ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ ധനു രാശിക്കാർക്കുണ്ട്. അത് ജാതകാൽ കൂടി ഉള്ളതാണ് എങ്കിൽ കൂടുതൽ കൂടുതൽ പ്രയോജനങ്ങൾ ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ ഈ ധനു രാശിക്കാർക്ക് ചില ക്ലേശങ്ങളൊക്കെ ഏതാനും ആദ്യത്തെ ആഴ്ചകളൊക്കെ സൂചകമാണ്. അതായത് അധിക പാവത്വമുണ്ട്. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ സൂചകമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ചേരും. അതായത് വിദ്യാഭാവത്തിലേക്ക് ഭാഗ്യാധിപന്റെ സ്ഥിതി വരികയും അതുപോലെ തന്നെ ആ ബുദ്ധിയുടെ കാരകനായിരിക്കുന്ന ആ ബുധൻ രാശി മാറി പ്രബല രാശിയിലേക്ക് ഇഷ്ടഭാവത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ നല്ലതാണ്. കൂടാതെ ഉപജയസ്ഥാനാധിപത്യമുള്ള ആ ശുക്രൻ തന്റെ ഉച്ചരാശിയിൽ സുഖസ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നിച്ചേരും. അതായത് ഏതെങ്കിലും തരത്തിൽ കലയുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഒരു അഭിവൃദ്ധികൾ ഉറപ്പായും വന്നു ചേരുവാനൊക്കെയുള്ള യോഗമുണ്ട്. സ്റ്റേജ് പ്രോഗ്രാമുകൾ മാത്രമല്ല, കെട്ടിട നിർമ്മാണമായാലും വസ്ത്ര വ്യാപാര വിപണന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും, അതല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നവരായാലും, ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാലും, വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരായാലും, തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികരമാണ്. അതിന് ഏറ്റവും പ്രധാനം അലസത വിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓജസ്സിന്റെയും തേജസ്സിന്റെയും ഗ്രഹം നീചം ഭവിച്ചപ്പോൾ വിലക്കുറവാണല്ലോ. രാജയോഗം കിട്ടുന്ന ദിവസങ്ങളിലാണ് എങ്കിലും അത് തേജസ് വർദ്ധിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി അനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നീരാഞ്ജനം ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുന്നതും തൊട്ടടുത്തുള്ള സർപ്പക്കാവിലായാലും ഒരു മഞ്ഞൾ പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ അഭിവൃദ്ധികരമാണ്. എല്ലാവർക്കും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായ വിഷു ആശംസകൾ. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.